നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഭാരതീയ ന്യായ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. BNSലെ 336 വകുപ്പ് പറയുന്ന കുറ്റം എന്താണ് ചോദ്യം. BNS എന്ന് പറയുമ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ 336 ആ വകുപ്പ് പറയുന്ന കുറ്റം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വ്യാജരേഖയുണ്ടാക്കലാണ്. എന്താണ്? വ്യാജരേഖയുണ്ടാക്കൽ. BNSലെ വകുപ്പ് 336 പറയുന്നത് എന്താണ്? വ്യാജരേഖയുണ്ടാക്കൽ ഒരു കുറ്റമാണെന്നാണ് വകുപ്പ് 336 പറയുന്നത്. ഈ വകുപ്പ് അനുസരിച്ച് ഒരു വ്യക്തി മറ്റൊരാൾക്ക് ദോഷം വരുത്തുക, വഞ്ചിക്കുക, അല്ലെങ്കിൽ വ്യാജരേഖ ഉപയോഗിച്ച് ഏതെങ്കിലും അവകാശം നേടുക എന്ന ഉദ്ദേശത്തോടെ ഒരു വ്യാജരേഖയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡോ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വ്യാജരേഖ ചമയ്ക്കൽ എന്ന കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാണ് BNSലെ വകുപ്പ് 336 പറയുന്നത്. അപ്പം വ്യാജരേഖയുണ്ടാക്കലാണ് BNSലെ വകുപ്പ് 336 പറയുന്നത്. BNSലെ 351 വകുപ്പിൽ പറയുന്ന കുറ്റം ഏതാണ്? എന്താണ് ചോദ്യം. BNSലെ 351 വകുപ്പിൽ പറയുന്ന കുറ്റം എന്താണ്? കുറ്റകരമായ വിരട്ടൽ. എന്താണ്? കുറ്റകരമായ വിരട്ടലാണ് BNSലെ 351 വകുപ്പിൽ പറയുന്ന കുറ്റം. നോക്കാം, എന്താണ് ഈ കുറ്റകരമായ വിരട്ടൽ എന്ന് പറഞ്ഞാൽ? അതൊരു ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്ന് പറയും. എന്താണ്? ഈ വകുപ്പ് അനുസരിച്ച് ഒരാൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിനോ സൽപ്പേരിനോ വസ്തുവകകൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് താല്പര്യമുള്ള മറ്റൊരാളുടെ ശരീരത്തിനോ സൽപ്പേരിനോ മുറിവേൽപ്പിക്കുമെന്ന് ഏതെങ്കിലും മാർഗത്തിലൂടെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കുറ്റകരമായ വിരട്ടൽ എന്ന് പറയുന്നത്. എന്താണ്? BNSലെ 351 വകുപ്പിൽ പറയുന്ന കുറ്റം എന്ന് പറയുന്നത് കുറ്റകരമായ വിരട്ടലാണ്. എന്താണ് കുറ്റകരമായ വിരട്ടൽ? ഒരാൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിനോ സൽപ്പേരിനോ വസ്തുവകകൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് താല്പര്യമുള്ള മറ്റൊരാളുടെ ശരീരത്തിനോ സൽപ്പേരിനോ മുറിവേൽപ്പിക്കുമെന്ന് ഏതെങ്കിലും മാർഗത്തിലൂടെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രിമിനൽ ഭീഷണിപ്പെടുത്തലായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഒരു കുട്ടിയെ ഒരു കുറ്റം ചെയ്യാനായി ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ BNSലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത്? എന്താണ്? ഏതെങ്കിലും ഒരാൾ ഒരു കുട്ടിയെ ഒരു കുറ്റം ചെയ്യാനായിട്ട് ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ BNSലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത്? 95 വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത്. ഒരു കുട്ടിയെ കുറ്റം ചെയ്യണം, ആ കുട്ടിയെ കൊണ്ട് കുറ്റം ചെയ്യിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി എന്താണ് അതിനെ ജോലിക്ക് വെക്കുകയാണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കുന്നത് 95 വകുപ്പ് അനുസരിച്ചാണ്. BNSലെ 103 വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്? എന്താണ് ചോദ്യം. BNSലെ 103 വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്? ഏത് വകുപ്പാണ്? 103. നോക്കാം. 103 പറയുന്നത് കൊലപാതകം അല്ലെങ്കിൽ മർഡറിനെ പറ്റിയിട്ടാണ് 103 വകുപ്പ് പറയുന്നത്. എന്താണ് 103 വകുപ്പ് പറയുന്നത്? എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ്? കൊലപാതകം, മർഡറിനുള്ള ശിക്ഷയെ പറ്റിയാണ് BNSലെ 103 വകുപ്പ് പറയുന്നത്. BNSലെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ശിക്ഷ എത്ര വർഷം വരെയാണ്? എന്താണ്? ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ആത്മഹത്യാ പ്രേരണയ്ക്ക്, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് അയാൾക്ക് പ്രേരണ കൊടുക്കുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെയാണ്. BNSലെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ശിക്ഷ എത്ര വർഷം വരെയാണ്? 10 വർഷം വരെയാണ്. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. BNSലെ 336 വകുപ്പിൽ പറയുന്ന കുറ്റം എന്താണ്? വ്യാജരേഖയുണ്ടാക്കലാണ് BNSലെ 336 വകുപ്പ്. 336 വകുപ്പിൽ പറയുന്ന കുറ്റം വ്യാജരേഖയുണ്ടാക്കലാണ്. BNSലെ 351 വകുപ്പിൽ പറയുന്ന കുറ്റമോ? അത് കുറ്റകരമായ വിരട്ടലാണ്. BNSലെ 351 വകുപ്പിൽ പറയുന്ന കുറ്റം കുറ്റകരമായ വിരട്ടലാണ്.
ഒരു കുട്ടിയെ ഒരു കുറ്റം ചെയ്യാനായിട്ട് ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ BNSലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത്? 95-ാം വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത്. BNSലെ 103-ാം വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്? കൊലപാതകത്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് 103-ാം വകുപ്പ് പറയുന്നത്. BNSലെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ശിക്ഷ എത്ര വർഷം വരെയാണ്? 10 വർഷം വരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ശിക്ഷ. അടുത്ത ചോദ്യം നോക്കാം. BNSലെ 109-ാം വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്? 109-ാം വകുപ്പ് പറയുന്നത് കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷയെ പറ്റിയാണ്. അറ്റംപ്റ്റ് ടു മർഡർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മൾ BNSലെ 103-ാം വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്? കൊലപാതകത്തിനുള്ള ശിക്ഷയെ പറ്റിയാണ്. BNSലെ 109-ാമത്തെ വകുപ്പോ? 109-ാമത്തെ വകുപ്പ് കൊലപാതക ശ്രമമാണ്. 109 കൊലപാതക ശ്രമവും 103 എന്ത്? കൊലപാതകത്തിനുള്ള ശിക്ഷയെ പറ്റിയും പറയുന്നത്. വകുപ്പ് 111(1) എന്തിനെയാണ് വ്യാഖ്യാനിക്കുന്നത്? വകുപ്പ് 111(1) ഓർഗനൈസ്ഡ് ക്രൈമിനെയാണ് വ്യാഖ്യാനിക്കുന്നത്. BNSലെ വകുപ്പ് 111(1) എന്തിനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഓർഗനൈസ്ഡ് ക്രൈം. എന്താണ്? ഓർഗനൈസ്ഡ് ക്രൈം. വകുപ്പ് 111(2) വകുപ്പ് 111(2) കണ്ടിന്യൂയിങ് അൺലോഫുൾ ആക്ടിവിറ്റി. എന്താണ്? കണ്ടിന്യൂയിങ് അൺലോഫുൾ ആക്ടിവിറ്റിയെയാണ് വകുപ്പ് 111(2) വ്യാഖ്യാനിക്കുന്നത്. ഓർഗനൈസ്ഡ് ക്രൈം മൂലം ഒരാൾക്ക് മരണമുണ്ടായാൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? ഓർഗനൈസ്ഡ് ക്രൈം മൂലം ഒരാൾക്ക് മരണമുണ്ടായാൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? മരണശിക്ഷ അല്ലെങ്കിൽ ഡെത്ത് പെനാലിറ്റിയാണ്. ഓർഗനൈസ്ഡ് ക്രൈം മൂലം ഒരാൾക്ക് മരണമുണ്ടായാൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് മരണശിക്ഷ അല്ലെങ്കിൽ ഡെത്ത് പെനാലിറ്റി എന്ന് പറയും. എന്താണ്? ഡെത്ത് പെനാലിറ്റി. BNSലെ വകുപ്പ് 112 എന്താണ് പറയുന്നത്? BNSലെ വകുപ്പ് 112 പറയുന്നത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. എന്താണ്? പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമാണ് വകുപ്പ് 112 പറയുന്നത്. എന്താണ്? പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം, അതായത് ചെറിയ സംഘടിത കുറ്റകൃത്യം. അതാണ് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. എന്താണ് ഈ ചെറിയ സംഘടിത കുറ്റകൃത്യം? ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘം ചേർന്ന് ഒറ്റയ്ക്കോ ഒന്നിച്ചോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. ഈ മോഷണമൊക്കെ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ BNSലെ 109-ാം വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്? കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് BNSലെ വകുപ്പ് 109 പറയുന്നത്. വകുപ്പ് 111(1) എന്തിനെയാണ് വ്യാഖ്യാനിക്കുന്നത്? വകുപ്പ് 111(1) വ്യാഖ്യാനിക്കുന്നത് ഓർഗനൈസ്ഡ് ക്രൈമിനെയാണ്. എന്തിനെയാണ്? ഓർഗനൈസ്ഡ് ക്രൈമിനെയാണ്. വകുപ്പ് 111(2) കണ്ടിന്യൂയിങ് അൺലോഫുൾ ആക്ടിവിറ്റിയെയാണ് വകുപ്പ് 111(2) വ്യാഖ്യാനിക്കുന്നത്. എന്താണ്? കണ്ടിന്യൂയിങ് അൺലോഫുൾ ആക്ടിവിറ്റി. അതിനെയാണ് വകുപ്പ് 111(2) വ്യാഖ്യാനിക്കുന്നത്. ഓർഗനൈസ്ഡ് ക്രൈം മൂലം ഒരാൾക്ക് മരണമുണ്ടായാൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അത് മരണശിക്ഷയാണ്. എന്താണ്? ഓർഗനൈസ്ഡ് ക്രൈം മൂലം ഒരാൾക്ക് മരണമുണ്ടായാൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഡെത്ത് പെനാലിറ്റി. വകുപ്പ് 112 എന്താണ് വ്യാഖ്യാനിക്കുന്നത്? അത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമാണ് വകുപ്പ് 112 വ്യാഖ്യാനിക്കുന്നത്.